മോൺസ്റ്റർ സീരീസിലെ എപ്പിസോഡ് 5ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കീഹോണും ചീഫും കൂടെ കൗണ്ടി ഓഫീസിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു ഓഫീസർ കിടക്കുന്നത് കണ്ടിട്ട് ചീഫ് ഇറങ്ങി നോക്കുവാണ്. അയാള് മരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മരിച്ചു കിടക്കുന്ന ഓഫീസറിന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങും തോക്കും ചീഫ് എടുത്തു വെച്ചു. തിരിച്ച് കാറിൽ കയറിയ ചീഫിനെ ഈ കാറിൽ നിന്ന് ഇറങ്ങരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് കീഹോണ് ശകാരിച്ചു. ചീഫാണേൽ ആ പയ്യൻ ഓഫീസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓഫീസറായിരുന്നു. ഈ സിറ്റിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് പകുതി പേടിച്ചും പകുതി വിഷമിച്ചും പറഞ്ഞു. അവർ അവിടുന്ന് മുന്നോട്ട് പോവാൻ തുടങ്ങി. നമ്മുടെ സോജിനാണേൽ വടിയും പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ചെക്കൻ കുട്ടിയെ എടുത്തുകൊണ്ടു പോകാമെന്ന കൊറിയർമാൻ ആണെന്ന് കരുതി അവനെ ആക്രമിച്ചു. അവൾ അവിടുന്ന് പുറത്തേക്ക് വന്ന് മുന്നിൽ കണ്ട ഗവർണറിനെ ആക്രമിക്കാൻ വന്നു. അപ്പോ യങ്ജോ സോജിനെ ചവിട്ടി നിലത്തേക്കിട്ടു. അവൾ വീണ്ടും എഴുന്നേറ്റ് ആക്രമിക്കാൻ ചെന്നതും ഹാൻഡോ അവളെ തടഞ്ഞു. എന്നാൽ ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോജിൻ ഹാൻഡോയിനെയും കഴുത്തിന് പിടിച്ച് ഞെരിക്കുവാണ്. ഇത് കണ്ട യങ്ജോ ഹാൻഡോയിനെ രക്ഷിച്ചു. അപ്പോ സോജിൻ പാതിബോധത്തിൽ എന്നെ കൊല്ല് കൊല്ല് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാനിപ്പോ കൊന്നേക്കാമെന്ന മട്ടിൽ പോയ കീഹോണിനെ ഹാൻഡോ തടഞ്ഞു. ഇതേ സമയം സിറ്റിക്കുള്ളിലേക്ക് കയറിയ കീഹോണും ചീഫും വഴിയിലെല്ലാം അപകടങ്ങൾ സംഭവിച്ചത് കാണുവാണ്. മുന്നിൽ ഒരു പോലീസ് വണ്ടിയും ഒരു ഓഫീസറും നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് അവനെ എനിക്ക് അറിയാന്ന് പറഞ്ഞ് ചീഫ് ചാടിയിറങ്ങി. കീഹോണ് പോവല്ലേ എന്ന് പറയുന്നതൊന്നും ഇവർ കാര്യമാക്കുന്നില്ല. അവിടെ നിന്നത് ഇൻഫെക്റ്റഡ് ആയ ഒരു ഓഫീസറാണ്. അയാള് ചീഫിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കീഹോണ് വേഗം ചെന്ന് നമ്മുടെ ചീഫിനെയും രക്ഷിച്ച് അവിടുന്ന് പോവാണ്. അവൻ വീണ്ടും ചീഫിനെ കാറിന്റെ വെളിയിലേക്ക് പോവരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തു. ഇവിടെ യങ്ജോ കെട്ടിയിട്ടവരെ എല്ലാം കൊല്ലണം, ഇല്ലേൽ ഇവരും ഇതുപോലെ ആയി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗവർണർ പറയാണ്, ഇവരെ നമുക്ക് പുറത്ത് വിടാം, അതാവുമ്പോ അവര് സ്വയം അടിയിട്ട് മരിച്ചോളും, നമ്മൾ കൊല്ലുന്നത് പോലെ ആവില്ലല്ലോന്ന്. ഈ ഐഡിയ യങ്ജോയ്ക്കും ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ഹാൻഡോ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതും അവരെ കൊല്ലുന്നതുമായി വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കൊന്നും മനുഷ്യത്വമില്ലേ എന്ന് പറഞ്ഞ് അതിനെ എതിർത്തു. ഇത് കേട്ട് യങ്ജോ വീണ്ടും ഹാൻഡോയിനെ അടിക്കാൻ തുടങ്ങി. ഇവര് തമ്മിൽ അടിയിട്ട് അവിടെ ഇരുന്ന സ്റ്റാച്ചുവിന്റെ മുന്നിലെ ഗ്ലാസ് ഉടഞ്ഞു പോയി. ഈ അവസരത്തിൽ ഓഫീസിലെ എല്ലാവരും സ്റ്റാച്ചുവിന്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. പുറത്തൊരു ഇൻഫെക്റ്റഡ് ആയ സ്ത്രീ ഓഫീസിന് തീയിട്ട് സന്തോഷിക്കുവാണ്. കീഹോണിനെ മോങ്സ് വിളിച്ചിട്ട് ഞങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. കീഹോണിനോട് ആ ടിബറ്റൻ ലാംഗ്വേജിൽ എഴുതിയിരുന്നത് എന്തിനേലും എഴുതിയിട്ട് അവന്റെ കണ്ണ് അടച്ചുകൊണ്ട് പോയിട്ട് ആ സ്റ്റാച്ചുവിന്റെ കണ്ണ് മൂടണം എന്ന് നമ്മുടെ മോങ്സ് പറയാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആ പിശാചിന്റെ ശക്തി കുറയ്ക്കാനായി പൂജ ചെയ്യാമെന്നും അയാൾ പറഞ്ഞു. കീഹോൺ അതുകൊണ്ട് കുറച്ച് പോസ്റ്റേഴ്സ് എടുത്ത് കറുത്ത ദ്രാവകത്തിൽ മുക്കിയെടുത്തുകൊണ്ട് പോയി. കൗണ്ടി ഓഫീസ് കത്താൻ തുടങ്ങിയത് കൊണ്ട് അവിടുന്ന് ബസ്സിൽ കയറി പോവാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. കെട്ടിയിട്ടവരെയെല്ലാം ഒരു റൂമിൽ അടച്ചിട്ട് അവർ പോവാൻ തുടങ്ങി. യങ്ജോ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഹാൻഡോയ്ക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞതും ഹാൻഡോയിന്റെ കണ്ണുകളും വെള്ള നിറത്തിലേക്ക് ആവാൻ തുടങ്ങി. പുറത്തിറങ്ങിയവര് വല്ലവിധേനയും ബസ്സിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുത്തനെ ഇൻഫെക്റ്റഡ് ആയ ഒരാള് ആക്രമിച്ചു. ബാക്കിയുള്ളവർ അവിടുന്ന് ബസ്സിൽ കയറിപ്പോയി. എന്നാൽ ഡ്രൈവറിന്റെ കണ്ണ് വെള്ളയാവുന്നത് നമ്മുടെ യങ്ജോ ശ്രദ്ധിച്ചു. മുന്നിൽ വന്ന കീഹോണിന്റെ കാറുമായി ബസ് കൂട്ടിയിടിക്കാൻ പോയി. യങ്ജോ സ്റ്റെയറിംഗ് തിരിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാവാതെ ബസ് തിരിച്ചുവിട്ടു. എന്നാൽ നിയന്ത്രണം കിട്ടാണ്ട് ബസ് മറിഞ്ഞു വീണു. അപ്പോഴേക്ക് ബസ്സിലുണ്ടായിരുന്നവരെല്ലാം ഇൻഫെക്റ്റഡ് ആയി പരസ്പരം ആക്രമിച്ച് മരിച്ചു വീണു. ഇവിടെ ഹാൻഡോ ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സോജിനെ കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ്. മറുവശത്ത് മോക്സ് പൂജകൾ ആരംഭിച്ചു. അതുകൊണ്ട് കീഹോൺ കണ്ണുമടച്ച് ഓഫീസിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി. അപ്പോ ഓഫീസിന്റെ ഉള്ളില് ഹാൻഡോ നിൽക്കുന്നത് നമ്മുടെ ചീഫ് കണ്ടു. ഓഫീസിലേക്ക് കയറിയ വണ്ടി നേരെ ചെന്ന് സ്റ്റാച്ചുവിനെ ഇടിച്ചു. കാറ് പകുതി നിലത്തും പകുതി എയറിലുമായിട്ട് എഡ്ജിൽ തന്നെ വന്ന് നിന്നു. കീഹോൺ ചീഫിനോട് ആ സ്റ്റാച്ചുവിലോട്ട് നിങ്ങൾ നോക്കിയല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അവർ ആ സ്റ്റാച്ചുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. ഇവിടെ വെച്ച് നമ്മുടെ 5ാമത്തെ എപ്പിസോഡ് തീരുവാണ്. അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവസാനത്തെ എപ്പിസോഡായ 6ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. See you in the next video.